കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ SFI പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ, നേരത്തെ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് ഗവർണർ പ്രതികരിക്കുകയുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സാജിദ്, കേൾക്കാമോ? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? സാജിദ്, നേരത്തെ മാധ്യമപ്രവർത്തകരോട് ഗവർണർ സംസാരിക്കുകയുണ്ടായിരുന്നല്ലോ. സാജിദ് തന്നെയല്ലേ അവിടെ ഉണ്ടായിരുന്നത്? പ്രധാനമായും ഗവർണർ പറഞ്ഞത് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ പ്രതിഷേധം താൻ എവിടെയും പ്രതിഷേധം കണ്ടിട്ടില്ല. താൻ പറഞ്ഞത് തന്റെ വാഹനത്തിന് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ താൻ ചാടി ഇറങ്ങും എന്നുള്ളതാണ്. അതിന് ആർക്കും ധൈര്യമില്ല. തിരുവനന്തപുരത്തെ ദൃശ്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. താൻ കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞതോടുകൂടി എല്ലാവരും ഭയന്ന് പിറകോട്ട് ഓടുകയായിരുന്നു. താൻ സഞ്ചരിക്കുന്നത് സർക്കാർ വാഹനത്തിലാണ്. അതുകൊണ്ടാണ് താൻ ഈ വാഹനത്തെ കൂടി സംരക്ഷിക്കുക എന്ന നിലയ്ക്കാണ് ഈ പുറത്തിറങ്ങുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നീട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മുഖ്യമന്ത്രി വാടകയ്ക്കെടുത്ത ചില ഗുണ്ടകളാണ് തനിക്കെതിരെ പ്രതിഷേധം നടത്തുന്നത്. ആ പ്രതിഷേധം ഒന്നും തന്നെ താൻ കാര്യമാക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിൽ SFI ഉന്നയിച്ച, അതോടൊപ്പം മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിക്കുന്ന ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറയുന്നത് ഈ കാവ്യവൽക്കരണം എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറയുന്നത്, ഈ കേരളത്തിൽ പ്രാചീനമായ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളം മുഴുവൻ ഈ കാവ്യവൽക്കരണം എന്ന് പറയാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതായി അദ്ദേഹം പറയുന്നത്, ഒരു കാവ്യവൽക്കരണവും നടക്കുന്നില്ല. താൻ ഈ രാഷ്ട്രപതിയുടെ പ്രതിനിധിയായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്റെ അധികാരം വിനിയോഗിക്കുകയാണ്. ഈ സർക്കാർ മുഖ്യമന്ത്രി അടക്കം ഒപ്പിട്ടാണ് ബാക്കി കാര്യങ്ങൾ എല്ലാം തന്നെ നടക്കുന്നത്. ഈ കാവ്യവൽക്കരണം എന്ന വാദം തെറ്റാണ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ പ്രതിഷേധം ഒന്നും തന്നെ താൻ കാണുന്നില്ല, അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. തന്റെ നേരെ, തന്റെ വാഹന വ്യൂഹത്തിന് നേരെ വന്നു കഴിഞ്ഞാൽ താൻ പുറത്തിറങ്ങും. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും ഭയന്നോടും തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. എന്തായാലും ഗവർണർ എത്തി, വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ ഈ ബൊക്ക നൽകി സ്വീകരിക്കുകയും ചെയ്തു. ഈ ഗസ്റ്റ് ഹൗസിന്റെ 1-ാം നമ്പർ മുറിയിലാണ് ഈ ഗവർണർ ഇന്ന് അന്തിയുറങ്ങുക. നാളെ കൂടി അദ്ദേഹം ഇവിടെ ഉണ്ടാകും. മറ്റന്നാൾ ഉച്ചയോടുകൂടി മാത്രമേ ഗവർണർ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. 2 ദിവസം ഗവർണർ കോഴിക്കോട് തന്നെ ഉണ്ടാകും. ഗവർണറെ സർവകലാശാലയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു SFI പ്രവർത്തകരുടെ വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് സർക്കാർ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ തീരുമാനിച്ചിരുന്ന ഗവർണർ സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കുമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അല്പസമയം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഈ പ്രതിഷേധങ്ങൾ താൻ വകവയ്ക്കുന്നില്ല, ഇത് പേടിച്ചിരിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സാജിദ് അജ്മൽ തുടരുന്നുണ്ട്. സാജിദ, ഈ ഗേറ്റിന് പുറത്ത് എന്താണ് നടക്കുന്നത്? അല്പസമയം മുമ്പ് വരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. നിരവധി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? വളരെ അവിചാരിതമായ ഒരു പ്രതിഷേധമായിരുന്നു അവിടെ ഉണ്ടായത്. ഗവർണർ എത്തുന്ന സമയത്ത് വരും എയർപോർട്ട് ജംഗ്ഷൻ, അതുപോലെ തന്നെ കൊട്ടപ്പുറം തുടങ്ങിയ. സാജിദ്, ഒന്ന് തുടരുക. സാജിദ്, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനുശേഷം സാജിദിലേക്ക് മടങ്ങിയെത്താം.